ഹായ് ഫ്രണ്ട്സ്, ഇന്നേ നമ്മളൊരു വെറൈറ്റി സാധനം കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഒരു ഇടികട്ട, ഒരു ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഇന്ന് ഈ കുറഞ്ഞ ദിവസങ്ങളിൽ ഈ മഴയോടനുബന്ധിച്ച് ഒത്തിരി പേര് മരണപ്പെട്ടു. ശരിക്കും കൊല്ലപ്പെട്ടു, മരണപ്പെട്ടെന്ന് പറയത്തില്ല. ഇവിടുത്തെ ആൾക്കാരുടെ അനാസ്ഥ മൂലം കൊല്ലപ്പെട്ടു. സ്കൂളിൻ്റെ മണ്ടയിലോട്ട് തൂങ്ങി നിൽക്കുന്ന ഇലക്ട്രിക് കമ്പി മാറ്റാൻ പറ്റാത്ത KSEBക്കാർ, ആ KSEBക്കാരെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത സ്കൂൾ അധികൃതർ. ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. എന്നാണല്ലോ, പാവം കൊച്ചു മരിച്ചു. അപ്പോൾ ആൾക്കാർ ചോദിക്കും, അവനതൊക്കെ കഴിഞ്ഞ വേറൊരാൾ പറയുന്നുണ്ട്, അതിൻ്റെ അവനവിടെ കയറിയതുകൊണ്ടാണ് മരിച്ചെന്ന്. ശരി, കയറിയതുകൊണ്ടാണ്. അതൊരു അടുത്ത ആൾ മരിച്ചതോ, വെറും 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ കേറ്ററിങ് കഴിഞ്ഞിട്ട് ബൈക്കേ വന്നപ്പം മരം ഒടിഞ്ഞ് വീണ് ഇലക്ട്രിക് പോസ്റ്റ് വീണ് മരിച്ചു. എല്ലാ ലോകരാജ്യങ്ങളിലും സകല ഇലക്ട്രിക് പോസ്റ്റിൻ്റെ കമ്പികൾക്ക് സ്ലീവായി ഒരു സ്ലീവ് ഇട്ട് അല്ലെങ്കിൽ ഒരു ഇൻസുലേഷൻ കൊടുത്താണ് ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളിലും ഇന്ന് ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുക്കുന്നത്. അപ്പം ഈ സ്ലീവ് ഇടാതെ ഈ കമ്പി നമ്മൾ ഇടുന്നത് ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ 11 kV അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്ലീവായി, നല്ല കാര്യം. പക്ഷേ ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈനിലും സ്ലീവ് ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്, ഇൻസ്റ്റലേഷൻ കൊടുക്കേണ്ട ആവശ്യമാണ്. ഞാൻ ഈ പോയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത് കൂട്ട് കമ്പി ആഫ്രിക്കയിൽ ഒഴിച്ച് വേറൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. കാരണം ആഫ്രിക്കയുടെ അവസ്ഥയൊന്നുമല്ലോ കേരളത്തിന് KSEBക്കുള്ളത് അല്ല. നല്ല ഇഷ്ടം പോലെ പൈസ മേടിക്കുന്നില്ലേ, നല്ല പിഴിഞ്ഞ് മേടിക്കുന്നില്ലേ, നല്ലപോലെ ശമ്പളവും മേടിക്കുന്നില്ലേ. അപ്പം നല്ല സർവീസും കൊടുക്കണം. ഒരു കാറ്റടിച്ചാൽ അന്നേരം കറണ്ടില്ല, വരും പോവും. സോളാർ പാനൽ വെച്ച് കറണ്ട് അങ്ങോട്ട് കൊടുത്താൽ അതിന് പുച്ഛം, അതിന് വേറൊരു രീതി. ഇതൊക്കെ അധികം നാൾ ഓടുമോ? ഒരിക്കലും ഓടുകയില്ല. ഇവിടെ പ്രൈവറ്റ് മേഖല വരും, അദാനി വരും, ടാറ്റ വരും, എല്ലാം വരും. KSEB എന്ന് പറഞ്ഞ പ്രസ്ഥാനം തന്നെ BSNLൻ്റെ അവസ്ഥയാവും. അധികം ദൂരമൊന്നുമല്ല, വളരെ അടുത്ത് തന്നെ അത് സംഭവിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഈ കരാർ ജോലിക്കാരുള്ളതുകൊണ്ട് ഈ തൊടിച്ചുള്ള സംഭവങ്ങളിൽ നടക്കുന്നത്, അല്ല ഈ തൊടിയിൽ പോലും നടക്കില്ല. പിന്നെ മൂന്നാമതൊരു ചേച്ചി മരിച്ചു. അവരുടെ അടുക്കളയുടെ വശത്ത് നിന്ന് മരം വീണ് കറണ്ട് കമ്പി അവരുടെ മേത്ത് വീണ് അവർ മരിച്ചു. അത് സ്ലീവ് ഉണ്ടെങ്കിൽ അവർ മരിക്കുമോ? മരിക്കത്തില്ല. അവരിങ്ങനെ കമ്പിയെ മുറുകെ പിടിച്ചിരിക്കുമായിരുന്നാണ് പറഞ്ഞു. അവരുടെ വെപ്പുവല്ല് പറഞ്ഞ് വരാന്ത കിടക്കുന്നതിൻ്റെ വീഡിയോ ഒരു ചാനലുകാരൻ എടുത്തിട്ടിരിക്കുന്നത് കണ്ടു. ഇതൊക്കെ നമ്മൾ കാലത്തിനൊത്ത് വളരാത്തത് കൊണ്ടും അനാവശ്യ കാര്യങ്ങൾക്ക് ഈ കറണ്ട് പിഴിച്ചുണ്ടാക്കുന്ന പൈസ അനാവശ്യ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് കൊണ്ടും ആണ് ഇങ്ങനെയുള്ള വളരെ അത്യാവശ്യമായ സ്ലീവ് പോലെയുള്ള ഇൻസുലേഷൻ പോലെയുള്ള കമ്പികളിൽ ഇടാനായിട്ട് പറ്റാത്തത്. എല്ലാ രാജ്യങ്ങളിലുമായി 99% രാജ്യങ്ങളിലും കമ്പി മാറ്റിയായി. ട്രാൻസ്ഫോമർ ഇതുപോലെ നിലത്തൊന്നും അല്ല ഒരിടത്തും വെച്ചിരിക്കുന്നത്. നല്ല പോസ്റ്റയിൽ നല്ലപോലെ കയറ്റി പൊക്കിയാണ് ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത്. ഇത് ട്രാൻസ്ഫോമറിൻ്റെ ചോട്ടിൽ കൂടെ അന്ന് റിസ്ട്രൈസിങ് വന്നപ്പോൾ പുള്ളി ഒരു ഫ്രെയിം ഉണ്ടാക്കിച്ചതുകൊണ്ട് ആരും പോയി அதை പിടിക്കുന്നില്ല. അല്ലേ എല്ലാവരും പീസ് ഊരാനും എല്ലാം പോവും. ഈ അവസ്ഥയൊക്കെ മാറണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന് കാട് കയറി എന്നെനിക്കറിയാം. നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ച സാധനം ഇതാണ്. 110 വോൾട്ട് ആക്കുന്ന 230-നെ 110 വോൾട്ട് ആക്കുന്ന അഡാപ്റ്റർ. ഇത് ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ AC 230 ആണ്. ഔട്ട്പുട്ട് AC 110 to 120. അങ്ങനെ പറയുമ്പോൾ അമേരിക്കയിൽ 110 കാനഡയിൽ 110. ഇപ്പോൾ നാഷണൽ പാനാസോണിക്കിൻ്റെയും സോണിയുടെയൊക്കെ സെറ്റ് കൊണ്ടിരുന്നതിൻ്റെ പുറകിൽ 230, 127 എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യാനുള്ള ഒരു സ്പെക്ട്രം പുറകിലൊരു നോബ് കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ അവിടെ നിന്ന് 127 ഇട്ടിട്ട് വരും, ഇവിടെ കൊണ്ടുവന്നത് 230 കുത്തും. അപ്പോഴേ ടേബിൾ കാർഡിൻ്റെ ട്രാൻസ്ഫോമർ കത്തിപ്പോവും. ഞാൻ എത്ര ട്രാൻസ്ഫോമർ മാറി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നറിയോ? പിന്നെ വൈകുന്നേരം ഇച്ചിരി ഓൾട്ടായി കുറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം 127 തിരിച്ചിടുന്ന ആൾക്കാരുണ്ട്. 110 ആക്കുന്നത് 110, 127, 220, 230 അത്രയും റേഞ്ചുള്ള നാഷണൽ പാനാസോണിക്ക് അത്രയും റേഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ജപ്പാനിൽ 100 വോൾട്ടാണ് ഉള്ളത്. 110, 100 വോൾട്ട്, 110 വോൾട്ട്, 127 വോൾട്ട്, 200 വോൾട്ട്, 220 വോൾട്ട്, 230 വോൾട്ട്. നമുക്കിവിടെ ശരിക്കും ബേസിക്കലി 230 220 നമുക്ക് 230 ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് ഇത്ര വോൾട്ടേജ് കൂടുതൽ? 230 വോൾട്ട് വെച്ചാൽ നമുക്കിവിടെ കൊടുക്കുന്ന കറണ്ട് ഉണ്ടാക്കിയത് UK-കാരാണ്, അതായത് ബ്രിട്ടീഷുകാരാണ്.
ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്നല്ലോ നമ്മൾ, അവരുടെ കോളനി ആയിരുന്നു നമ്മൾ. ഈ ആദ്യം ഡി സി കറണ്ടാണ് കണ്ടുപിടിച്ചത്. ഈ ഡി സി കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അതാണ് ഏറ്റവും നല്ല കറണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഡി സി കറണ്ട് നമുക്ക് കൂടുതൽ ദൂരം കൊണ്ടുപോകാൻ പറ്റാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഡി സി കറണ്ടിനെ എ സി കറണ്ടാക്കി മാറ്റി, ഓൾട്ടർനേറ്റീവ് കറണ്ടാക്കിയത്. മറ്റേ ഡയറക്റ്റ് കറണ്ടാണ്. ഡയറക്റ്റ് കറണ്ട് ആംബിയർ കൂടുതലാണെങ്കിലും കുറച്ച് ദൂരം കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എ സി ആക്കി. അപ്പോൾ എ സി കറണ്ടിൽ 110 ആക്കി. കാശുള്ള രാജ്യങ്ങളൊക്കെ 110 വെച്ചു. അമേരിക്ക 110 ആക്കി. കാരണം എന്നാ, ഷോക്ക് അടിച്ച ആൾ മരിക്കില്ല. ഷോക്ക് അടിച്ചൊരു മരണം ആ രാജ്യങ്ങളിലില്ല. ദുബായിൽ ആരും ഷോക്ക് അടിച്ച് മരിക്കില്ല. ഈ 110 കാനഡയും മരിക്കില്ല, ഒരു രാജ്യങ്ങളും മരിക്കില്ല. ഇപ്പം ഈ 220 വെച്ചാൽ കൂടുതൽ ദൂരം പോകേണ്ടത് കൊണ്ട് 220 ആക്കി. ഈ 220 ആക്കിയിട്ട് ട്രാൻസ്ഫോമർ എന്ന് വെച്ചാലും പണ്ടത്തെ കാരണവന്മാർക്ക്, പ്രായമുള്ളവർക്കൊക്കെ അറിയാം, മിന്നാമിനിങ് പോലെ ഉള്ള വെട്ടത്തിലാണ് ഫിലമെൻ്റ് കാണാം. ഏതാ നമ്മൾ പണ്ടത്തെ ബൾബ് കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഫിലമെൻ്റ്, അതേപോലെ ഫിലമെൻ്റ് മാത്രമേ കാണത്തുള്ളൂ. ഇന്ന് LED ആയി പോയതുകൊണ്ട് 100 വോൾട്ട് ലൈനിലുണ്ടെങ്കിൽ LED കത്തും. LED SMPS പവർ സപ്ലൈ എന്ന് പറയും. സ്വിച്ച് മോഡ് പവർ സപ്ലൈ ആണ് LED ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 90 to 230, 90 വോൾട്ട് തൊട്ട് 230 വോൾട്ട് വരെ ഒരേപോലെ ഔട്ട്പുട്ട് തരുന്ന ഒരു സാധനമാണ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ. SMPS പവർ സപ്ലൈ ആയതുകൊണ്ട് ബോർഡും രക്ഷപ്പെട്ടു, നാട്ടുകാരും രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് നമ്മൾ ട്രാൻസ്ഫോമറുകളൊക്കെ വെപ്പിച്ച് ഓരോ ആവശ്യപ്പെടുന്ന ആൾക്കാരോട് പറയും നിങ്ങളൊരു ട്രാൻസ്ഫോമർ വെച്ചു. മറ്റവരാരെങ്കിലും ചോദിച്ചാൽ അവരോട് പറയും നിങ്ങളൊരു ട്രാൻസ്ഫോമർ വെച്ചു. അവരെ കൊണ്ടെല്ലാം കാശ് മുടക്കി ബോർഡ് ട്രാൻസ്ഫോമർ വെപ്പിച്ച് എല്ലായിടത്തും ട്രാൻസ്ഫോമറായി, ആവശ്യത്തിന് വോൾട്ടേജും കാര്യങ്ങളൊക്കെ ആയി കൊള്ളാം. അപ്പോൾ ഈ സാധനം ഞാനിപ്പോൾ നിങ്ങളെ ചെക്ക് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ഇതെനിക്ക് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഈ സാധനം ഒരു 3 എണ്ണം വേണമെന്ന് പറഞ്ഞു. ഇത് നമുക്ക് പല വാൾട്ടിലുണ്ട്. ഇത് നമുക്ക് 20 വാട്ട്സ്, 50 വാട്ട്സ്, 35 വാട്ട്സ്, 65 വാട്ട്സ്, ഈ കമ്പനിയുടെ 65 വാട്ട്സ് വരെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ 50 വാട്ട്സാണ് ഈ കസ്റ്റമർക്ക് ഞാൻ അയച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ സാധനത്തിൻ്റെ വോൾട്ടേജ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. നമ്മുടെ ലൈനിലെ വോൾട്ടേജ് ആദ്യം ഞാൻ കാണിക്കാം. അതിനുശേഷം നമുക്ക് ഇത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവാണേ. ഇതിപ്പോൾ ഞാൻ AC വോൾട്ടിലിടുവാണ്. AC വോൾട്ട് നമ്മുടെ KSEBയുടെ 230 ലൈനിൽ എത്ര വോൾട്ടേജ് ഈ വൈകുന്നേരം, ഇപ്പോൾ സമയം 6:20 6:20 എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ടൗണാണ്, നമുക്ക് നോക്കാം. വോൾട്ടേജ് ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം. 241 വോൾട്ടും വരുന്നുണ്ട്. കുഴപ്പമില്ല, 10 വോൾട്ടൊക്കെ വരാം. 230 വരാൻ പാടുള്ളൂ, പക്ഷേ 241 വരുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ട്രാൻസ്ഫോമർ, അതുകൊണ്ടായിരിക്കാം. ഇനി നമ്മുടെ 110 ആക്കുന്ന ട്രാൻസ്ഫോമർ ഞാൻ കുത്തി അതിൻ്റെ ലൈറ്റ് കത്തി. ഇനിയിപ്പോൾ അതേ വരുന്ന വോൾട്ടേജ് ഞാൻ നോക്കുവാണ്. അതേ നമുക്ക് വരുന്ന വോൾട്ടേജ് 121 വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പേ അളന്നപ്പം അത് 118 ഒരു ട്രാൻസ്ഫോമറെ കണ്ടത്. ഇത് 121 വോൾട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല, കാരണം നമ്മുടെ ഇൻപുട്ട് 140 ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് 120 വരുന്നത്. 110 എന്ന് പറഞ്ഞാൽ 120 വരെ ഒരു കുഴപ്പമില്ല. ഒരു 10 വോൾട്ട് 15 വോൾട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന മാറ്റങ്ങളിൽ നമ്മുടെ എക്യുപ്മെൻസിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടാകില്ല. അപ്പോൾ ഇത് 120 വോൾട്ടുണ്ട്. ഈ ഒരെണ്ണം നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ കസ്റ്റമർ പറഞ്ഞു പുള്ളിക്ക് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ടും കൂടെ വിടണമെന്ന്. അപ്പോൾ പുള്ളിയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെക്ക് ചെയ്യുന്നത്. ഇത് മാർക്കറിങ് 24/7. ഇത് ഒരെണ്ണം നമ്മൾ ചെക്ക് ചെയ്ത് മാറ്റി. ഇതിപ്പോൾ നമ്മൾ പുള്ളിക്ക് കൊടുക്കാൻ പോവാണ്. ഇനി അടുത്ത ട്രാൻസ്ഫോമർ നമ്മൾ സെയിം തന്നെയാണ്. എല്ലാം 50 വാട്ട്സാണ്. പുള്ളിക്കൊരു ഫോണിന് കൊടുക്കാൻ ഒരു 5 വാട്ട്സ് അല്ല 10 വാട്ട്സിൻ്റെ ആവശ്യമുള്ളൂ. എന്നാലും 50 വാട്ട്സിൻ്റെ ഇരുന്നോട്ട് നമുക്ക് വേറെ ആവശ്യങ്ങൾക്കാണെങ്കിലും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ 50 വാട്ട്സ് എടുത്തോളാൻ പുള്ളിയോട് പറഞ്ഞ്. കാരണം 35 വാട്ട്സ് എടുത്താലും ഏതെടുത്താലും വലിയ വില വ്യത്യാസമൊന്നുമില്ല, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് 50 വാട്ട്സ്. അപ്പോൾ 50 വാട്ട്സ് ഇതാണ്ട് ഇതിൻ്റെ വോൾട്ടേജ് നോക്കിക്കും. ഇതും 121.8. അപ്പോൾ ഒരേപോലെ തന്നെയാണ്, വൈൻഡിങ്ങിനൊന്നും മാറ്റമില്ല. ലൈൻ വോൾട്ട് ഇച്ചിരി കൂടി നിൽക്കുന്നതുകൊണ്ടാണ്, 145 നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഔട്ട്പുട്ടിൽ ഇത് ഇച്ചിരി വോൾട്ടേജ് കൂടിയിരിക്കുന്നത്. ലൈൻ വോൾട്ടേജ് 130 നിൽക്കുകയാണെങ്കിൽ 110 തന്നെ കറക്റ്റ് തരും. അപ്പോൾ ലൈൻ വോൾട്ടേജ് ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ
ഇതിൻ്റെ ഔട്ട്പുട്ടിനെയും ബാധിക്കും. അത് കറക്റ്റായിട്ടും ബാധിക്കും. ഇത് SMPS ഒന്നുമല്ല. SMPS ആണെങ്കിലും അത് ബാധിക്കാതിരിക്കുകയുള്ളൂ. ഇത് ട്രാൻസ്ഫോമർ പവർ സപ്ലൈ തന്നെയാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോഴും നമ്മുടെ ലൈനിലെ വോൾട്ടേജ് ഒന്നുകൂടെ നോക്കിയേക്കാം. ഉണ്ടോ? 242 വോൾട്ടുണ്ട് ലൈനിൽ. അത്ര പവർഫുള്ളായ ട്രാൻസ്ഫോമറാണ്. ഇന്ന് വലിയ ഓഫീസുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല, ആൾക്കാരും ഒക്കെ കുറവായതുകൊണ്ടായിരിക്കും കേട്ടോ. എന്നാണേലും 242 എന്നൊന്നും പേടിക്കാനില്ല. 250 വരെയൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. അതിനൊക്കെ മേളിൽ പോയാലേ വിഷയമുള്ളൂ. ഇപ്പോൾ അടുത്ത സാധനം നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അതും 121.8. നമ്മുടെ സാധനം പക്കാണ്. മൂന്നും ഒരേപോലെ തന്നെയാണ് എല്ലാത്തിനും വോൾട്ടേജ് വരുന്നത്. പിന്നെ മെയിനായിട്ടും നമുക്കിപ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനൊന്നും നമുക്ക് ട്രിപ്പാകുന്ന പരിപാടിയൊന്നുമില്ല, ഫ്യൂസൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അതും ഫ്യൂസ് പോകുന്നതുകൊണ്ട് എല്ലാം കെട്ടി എല്ലാം വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അപകടം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു ഇൻസുലേറ്റർ കൊടുത്താൽ കൊള്ളാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ റോഡിലേക്കാണ് മരങ്ങൾ മൊത്തം നിൽക്കുന്നത്. കംപ്ലീറ്റ് മരങ്ങളും റോഡിലേക്കാണ് നിൽക്കുന്നത്. ഓരോ സ്ഥല ഉടമയും അത് ശ്രദ്ധിക്കണം. എല്ലാവരും അതിരി കൊണ്ട് തേക്ക് വെച്ചിരിക്കുക. ഈ തേക്കാണ് മൊത്തം ഇപ്പോൾ ഒടിഞ്ഞു വീഴുന്നത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കംപ്ലീറ്റ് തേക്കാണ്. തേക്ക് പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഈ പൂത്ത് നിൽക്കുന്ന തേക്കിന് ചെറുതായിട്ട് കാറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അന്നേരം ഓടിയും. തേക്ക് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ തേക്കിൻ്റെ ഇത് എപ്പോഴും കോന്തി വിടണം. അതായത് തേക്കിൻ്റെ ഇല എപ്പോഴും കോന്തി നിർത്തിയില്ലെങ്കിൽ ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും തേക്ക് കാറ്റ് പിടിച്ചാൽ അന്നേരം ഓടിയും. ഇങ്ങനെ കോന്തി നിർത്തിയാൽ തേക്കിൻ്റെ തടി വണ്ണിക്കുകയും ചെയ്യും. ആവശ്യമില്ലാതെ ഒത്തിരി ചവറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു ശേഖരമായിട്ട് പോകുമ്പോൾ ഈ തേക്കിൻ്റെ ഇത് വളരത്തുമില്ല, അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴി വണ്ടിയുടെ മരം വീഴും. അതുപോലെ തന്നെ അടുത്തുള്ളവരുടെ മരമൊക്കെ മുറിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവരാവശ്യപ്പെടാതെ തന്നെ നമ്മൾ കണ്ടു വെക്കുക. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ 3 കൂടെ ഇപ്പോൾ നമ്മൾ അയക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളത് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കാം. ഈ സാധനം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അത് 110 ആക്കേണ്ട സാധനത്തിൻ്റെ വാട്ട്സ് കൂടിയതും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം. താങ്ക് യു ഫോർ വാച്ചിങ്. റോഡിൽ മുഴുവൻ ഇതുപോലെ തേക്ക് ഒടിഞ്ഞ് കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. അതുകൊണ്ട് തേക്ക് എല്ലാവരും കോന്തി നിർത്തുക, അല്ലെങ്കിൽ അടുത്ത റോട്ടിൽ കിടക്കും.